ഹലോ സുറൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് എൻ്റെ വീട്ടുമുറ്റത്തെ ശംഖുപുഷ്പം കാണിക്കുവാനും അത് നുള്ളിയെടുത്ത് നമുക്ക് നല്ലൊരു പാനീയം തയ്യാറാക്കാനുമാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആവട്ടെ എന്ന് കരുതി. ഓർമ്മശക്തിക്കും ഉറക്കക്കുറവിനും ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ക്ഷീണത്തിനും വളരെ ഉത്തമമായ ഒരു പാനീയമാണ് ഇത്. ഇതെല്ലാവരും വീട്ടിൽ ഒരു തൈയെങ്കിലും നട്ടുപിടിപ്പിക്കണം. ഇതിൽ നിറയെ കായ്ച്ചിരുന്നു. ഇപ്പോൾ പൂവ് കുറച്ച് കുറവായിരിക്കുന്നു, ചൂട് കൂടിയപ്പോൾ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഉള്ള ശംഖുപുഷ്പം എടുത്തിട്ട് ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ ഒരു പാനീയം തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. എല്ലാവരും ഇത് കാണണം. എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്ത് വീട്ടിൽ ഇതുപോലെ ശംഖുപുഷ്പം കൃഷി ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇത് നുള്ളിയെടുത്ത് കൊണ്ടുവന്ന് ഇനി ഇത് നമുക്ക് പൈപ്പിൽ നിന്ന് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു. ഞാനൊരു പാത്രത്തിൽ ഇത് ഇട്ടിരിക്കുന്നു. ഇനി ഇതിൽ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് അടുപ്പത്തിട്ടിട്ട് തിളപ്പിക്കരുത്. ഇതിൽ നമ്മൾ വെള്ളം തിളപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുക. കൂടുതലുണ്ടാകുമ്പോൾ ഇത് നമുക്ക് തണലിൽ ഉണക്കിയെടുത്ത് ഒരു ഡപ്പയിലിട്ട് അടച്ച് സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാം. ക്ഷീണത്തിനൊക്കെ വളരെ നല്ലതാണ്. അങ്ങനെയും നമുക്കിത് ചെയ്യാം. ഇത് ഓൺലൈനായിട്ടും ആളുകൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ അധികം പരിചരണമോ അധികം സ്ഥല പരിമിതികളോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഇത് കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു നല്ലൊരു ചെടിയാണിത്. നല്ലൊരു ഭംഗിയായി ഗാർഡനിൽ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇത് മെഡിസിനായി ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിൽ വെള്ളം ഒഴിച്ചു വെച്ചു. നമ്മൾ കുറച്ചു കഴിഞ്ഞിട്ട് ഇത് ചൂടാറിയതിന് ശേഷം എടുത്ത് നമുക്ക് ഇത് പാനീയം തയ്യാറാക്കാം. പിന്നെ ഇതിൽ കാണുന്ന ഈ ബ്ലാക്ക് കളറ് നമ്മൾ ഇതിൽ നിന്ന് അവിടെ ചെടിയിൽ ഉണങ്ങിയത് നിന്നിരുന്നു കേട്ടോ. അപ്പോൾ ആ ഉണങ്ങിയതും കൂടി ഞാൻ പൊട്ടിച്ചതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ബ്ലാക്ക് കളർ അതിൽ കാണുന്നത്. അപ്പോൾ അത് വേസ്റ്റൊന്നുമല്ല എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് കാണുമ്പോൾ ഇതെന്താ ഇതിൽ ബ്ലാക്ക് കളറ്, ഇതെന്താണ് ഇല കരിഞ്ഞതാണോ എന്നൊക്കെ തോന്നും. അപ്പോൾ അതല്ല, അത് ഉണങ്ങി നിൽക്കുന്ന ശംഖുപുഷ്പമാണ്. അപ്പോൾ അത് നല്ലതാണല്ലോ. അപ്പോൾ അത് ഞാൻ അതിലിട്ടതാണ് കേട്ടോ. ഇപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഇതിൽ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത്. ഇത് തിളപ്പിച്ച പാട് ഇതിൽ ചെറുനാരങ്ങ പിഴിയരുത്. ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഇതിൽ ചെറുനാരങ്ങ പിഴിയുന്നത്. പിന്നെ കുറച്ച് കസ്കസും നമുക്ക് വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെക്കണം. എന്നിട്ട് അതും കൂടി ഇതിലിട്ട് കൊടുക്കണം. പഞ്ചസാരയും ഇട്ടാൽ നല്ലൊരു പാനീയം നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ തയ്യാറാകും. ഷുഗർ ഉള്ളവരാണെങ്കിൽ പഞ്ചസാരക്ക് പകരം നമുക്ക് ഇതിൽ തേൻ ഒഴിച്ചിട്ടും ഇത് തയ്യാറാക്കാവുന്നതാണ്. ഷുഗർ ഇല്ലാത്തവർക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഷുഗർ ഉള്ളവർക്ക് ഇത് ഷുഗറിന് വെറുതെ തിളപ്പിച്ച് കുടിക്കുന്നതും നല്ലതാണ് കേട്ടോ. പിന്നെ ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്കും അടിക്കണം. ഇനി നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഏകദേശം നോമ്പ് തുറക്കാൻ സമയമായി തുടങ്ങി. അപ്പോഴേക്കും നമുക്കിത് തയ്യാറാക്കാമല്ലോ. പിന്നെ നിറം വർദ്ധിപ്പിക്കുവാനും നമ്മുടെ സ്കിന്നിൻ്റെ നിറം വർദ്ധിക്കുവാനും ഇത് സഹായിക്കുന്നതാണ് ഈ പാനീയം. അപ്പോൾ എല്ലാവരും കുടിക്കണം, കൃഷി ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബായ്.